ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അങ്ങനെ ഭൂമി മാപ്പ് പറയാൻ വേണ്ടി അജയിൻ്റെ ക്യാബിനിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അജയും അവളോട് തിരിച്ച് മാപ്പ് പറയുകയാണ്. അപ്പോൾ ഭൂമി ഒരു രസത്തിന് പറയും, സാറിങ്ങനെ മാപ്പ് പറയുന്നത് കാണുമ്പോൾ എന്തോ ഒരു പോലെ സാറ് ചൂടാകുമ്പോഴാണ് സാറിനെ കാണാൻ നല്ല ചന്തം എന്ന് പറഞ്ഞ ഭൂമി കളിയാക്കുകയാണ്. അത് പറഞ്ഞ ഉടനെ അജയ് അവളുടെ അടുത്ത് അങ്ങോട്ട് ചൂടാവും. അപ്പോൾ ഭൂമി ശരിക്കും പേടിക്കും. അപ്പോൾ പേടിച്ചത് കണ്ടപ്പോൾ അജയ് ചിരിച്ചിട്ട് പറയും, നീയല്ലേ പറഞ്ഞത് എന്നെ ചൂടാവുന്നത് കാണുമ്പോഴാണ് നല്ല ചന്തം എന്ന്, അതുകൊണ്ട് ഞാനന്ന് ചൂടായതാന്ന് പറയും. അപ്പോൾ ഭൂമി ആകെ ഇമോഷണലായിട്ട് പറയും, സർ, നമുക്ക് ഓരോരുത്തരുടെ മുഖം കണ്ടിട്ട് അവരുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടായിരിക്കും അവർ കഴിയുന്നുണ്ടാവുക. മുഖം കണ്ട് നമുക്കൊരിക്കലും ഒരു കാര്യവും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി എല്ലാറ്റിനും സോറി എന്ന് പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ അജയും പറയും, എന്താടാ ഞാനിങ്ങനെ, എനിക്ക് ഒന്നും മറക്കാൻ പറ്റുന്നില്ല, എൻ്റെ നയനയെ എനിക്ക് മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല, നിൻ്റെ പെങ്ങളല്ലേ അവൾ, എല്ലാതും എന്തോ എനിക്ക് പഴയതുപോലെ ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയണം ആൽഫ്രഡിൻ്റെ അടുത്ത് നമ്മുടെ അജയ്. അപ്പോൾ ആൽഫ്രഡ് പറയും, നീ നീ അതൊക്കെ മറക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ, അതൊക്കെ കഴിഞ്ഞതല്ലേ, നീ അതൊക്കെ അവസാനിപ്പിക്കുക എന്ന് പറയുകയാണ് ആൽഫ്രഡ്. അപ്പോൾ അജയ് പറയണം, എല്ലാവരും വിവാഹത്തിന് നിർബന്ധിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അത് വിവാഹത്തിന് താല്പര്യമില്ല, കാരണം നയന എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല, ഞാൻ എന്താടാ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആൽഫ്രഡ് പറയും, നീ ഒരു കാര്യം ചെയ്യ്, അഞ്ജനയോട് തന്നെ വിവരം പറ, നിനക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന്. അവൾ തന്നെ വീട്ടിൽ വിവരം ബോധിപ്പിക്കട്ടെ, ഇഷ്ടമില്ലാത്തൊരു ആളെ കൊണ്ട് നിർബന്ധിച്ച് കല്യാണം കഴിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ എന്ന് ആൽഫ്രഡ് ഉപദേശിക്കുകയാണ് അജയിനെ. അപ്പോൾ അജയ് പറയും, അത് നല്ലൊരു ഐഡിയ ആണല്ലോ, എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ അഞ്ജനേനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് നമ്മുടെ അജയ്. അപ്പോൾ ആൽഫ്രഡ് പറയും, അത് ശരിയാണ്, നീ ഒരു കാര്യം ചെയ്യേ, അവളെ വിളിച്ചിട്ട് വിവരം പറയും, എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക എന്ന് ഉപദേശിക്കുന്ന ആൽഫ്രഡ്. അപ്പോൾ ശരി, ഞാൻ അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അജയ് അഞ്ജനയെ ഫോൺ ചെയ്യാണ്. അപ്പോൾ അഞ്ജന വളരെ സന്തോഷത്തിലാണ് ഫോൺ എടുക്കുന്നത്, കാരണം അജയ് അങ്ങനെ വിളിക്കാറില്ലല്ലോ. അഞ്ജന വിളിച്ചാലും അജയ് ഫോൺ എടുക്കാറുമില്ല. അപ്പോൾ അജയ്, എന്താ അജയ്, നീ എന്താ വിളിച്ചേ എന്ന് ചോദിക്കും. പറയും, എനിക്ക് നിന്നെ ഒന്ന് നേരിട്ട് കാണണം, എന്നിട്ട് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ അഞ്ജനയ്ക്ക് സന്തോഷമാവും കേട്ടോ. അഞ്ജന പറയും, സംസാരിക്കണം, കാരണം നമുക്ക് വിവാഹം കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അതിനു മുൻപ് സംസാരിക്കണം എന്ന് പറയുകയാണ്. നമ്മൾ എവിടെ വെച്ചിട്ടാവും മീറ്റ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അഞ്ജന പറയും, ഞാൻ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നിനക്ക് അയച്ചു തരാം, അവിടേക്ക് നീ വന്നാൽ മതി എന്ന്. അപ്പോൾ അജയ് പറയാം, എന്നാൽ ശരി, നീ അതുപോലെ ചെയ്യ് എന്ന് പറഞ്ഞ് അജയ് ഫോൺ വെക്കുകയാണ്. അപ്പോൾ അഞ്ജനയാണെങ്കിൽ വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അഞ്ജന മനസ്സിൽ വിചാരിക്കുന്നത് എന്താ, അജയന് അവളോട് പ്രേമം തുടങ്ങിയെന്നാണ്. അവളപ്പോൾ ഒരുപാട് പ്രതീക്ഷയിൽ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല സ്ഥലം തിരഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ അവളത് തിരഞ്ഞെടുത്തിട്ട് കറക്റ്റായിട്ട് അജയിന് ആ ലൊക്കേഷനും അയച്ചു കൊടുക്കുകയും ചെയ്യും. ഒരു റെസ്റ്റോറൻ്റാണ് അവൾ പ്രിഫർ ചെയ്യണത്. ആ റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സ് അജയിന് അയച്ചു കൊടുക്കുകയാണ്. പക്ഷെ അപ്പോഴും അഞ്ജന വിചാരിക്കുന്നത് അജയും അവളും തമ്മിൽ കുറച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കാനും വിവാഹത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യാനുമാണ് ഇവൻ വിളിക്കുന്നത് എന്നാണ് അവൾ വിചാരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ഭൂമി അൽഫോൺസ ട്രസ്റ്റിൻ്റെ അവിടെ എത്തുകയാണ്. അങ്ങനെ അവിടെയുള്ള ഒരു ചാപ്പലിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ വന്നിട്ട് ചോദിക്കും, ഭൂമി, നീ ഇപ്പം എന്താ ചെയ്യണേ, കളക്ടറാണോ അതോ ഡോക്ടറാണോ എന്ന്. അപ്പോൾ ഭൂമി ചോദിക്കും, എല്ലാവരും ഇങ്ങനെ കളക്ടറും ഡോക്ടറൊക്കെ ആയി കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കുക ആരാ സിസ്റ്റർ, അതുകൊണ്ട് ഞാനൊരു ക്യാൻറ്റീൻ നടത്തുകയാണ്, ഞാനിപ്പോൾ ഇവിടുത്തെ അച്ഛനെ കാണാൻ വന്നതാണ്, എനിക്കിവിടുത്തെ അൽഫോൺസ ട്രസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, എൻ്റെ അച്ഛന് തീരെ വയ്യ, അച്ഛന് ക്യാൻസറാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കാൻ വന്നിട്ടുള്ളത് എന്ന് സിസ്റ്ററോട് പറയുകയാണ്. അപ്പോൾ സിസ്റ്ററിനാകെ വിഷമമാവും, കാരണം ഭൂമി നല്ലൊരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു അവിടെ പഠിക്കുമ്പോൾ. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒന്ന് പ്രതീക്ഷയ്ക്കൊപ്പം അവൾ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമമാവും. എന്നാലും അവർ പറയും, എന്നാൽ ശരി, നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ അച്ഛൻ ചെല്ലുമ്പോൾ തന്നെ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും, സാർ, അപ്പോൾ സിസ്റ്റർ പറയും, ഈ കുട്ടിയുടെ അച്ഛന് ക്യാൻസറാണ്, ഒരു ലെറ്റർ കൊടുത്തയച്ചിട്ടുണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞ് അച്ഛൻ ആ ലെറ്റർ വാങ്ങി വായിക്കും. അപ്പം അച്ഛൻ പറയും, ഇത് കണ്ടപ്പോൾ മനസ്സിലായ ജെനുവിൻ കേസാണ്, കുറച്ച് സിവിയർ ആണെന്നും എഴുതിയിട്ടുണ്ട്, അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, ഇത് കമ്മിറ്റിക്ക് മുന്നിൽ നമ്മൾ വെക്കുകയാണ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ നിന്ന് തീരുമാനം ഉണ്ടാവുക, നമുക്ക് മാക്സിമം ശ്രമിച്ച് നോക്കാമെന്ന് അവിടുത്തെ
അച്ഛൻ പറയും. അപ്പോൾ ഭൂമി പറയും ആ ശരി സാർ എന്തായാലും താങ്ക് യു എന്ന് പറഞ്ഞ് ഭൂമി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മുടെ ഭവാനിയും ബിലാലും തമ്മിലുള്ള മീറ്റിംഗ് ആണ്. അപ്പോൾ ഭവാനി പറയും എന്തായി ബിലാൽ അവൻ്റെ അച്യുതൻ്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്ന്. ഇല്ല, വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ല, ഞാൻ അയാളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് അയാൾക്ക് എന്തോ അസുഖമായിട്ട് അവിടെ കാണിക്കാൻ കൊടുത്തിരിക്കുകയാണ്, അയാളുടെ മകളും ഉണ്ട്. പക്ഷേ ഞാൻ അയാളെ അവിടെ നിന്ന് കൊല്ലാൻ നോക്കി, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ ഭവാനി കുറേ വഴക്ക് പറയും, ഹോസ്പിറ്റലിലാണോ നീ കൊല്ലാൻ ശ്രമിക്കുന്നത്? ഒന്നാമത് ഞാൻ അച്യുതനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ആദ്യം ആ മകള് ആ പെണ്ണ് തന്നെയാണോ എന്ന് ആദ്യം കൺഫേം ചെയ്യണം, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് അടയാളമായിട്ടുണ്ടായിരുന്നെന്ന് അന്ന് അവർക്ക് ഞങ്ങളുടെ പാരമ്പര്യത്തിലുള്ളൊരു മാലയുണ്ട്, ആ മാല ഇപ്പോൾ ധരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അവളുടെ ഇടത്തെ തോളലിൻ്റെ അവിടെയായിട്ട് ഒരു മറുകുണ്ട് എന്ന്, അതൊരു അടയാളമാണ്. അപ്പോൾ നീ അത് വെച്ചിട്ടേ അവളെ കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അവളെ തന്നെയാണോ എന്ന്. എന്തായാലും നീ നോക്കുക എന്ന് പറയും. ആ ശരി മാഡം, ഞാനത് എന്തായാലും വേണ്ട പോലെ അന്വേഷിച്ചേക്കാം, ആരുടെ വീടും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് ബിലാൽ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ നമ്മുടെ ഭൂമിയല്ല, അഞ്ജനയും അജയും തമ്മിൽ ഒരു ഹോട്ടലിൽ വെച്ച് മീറ്റ് ചെയ്യണം. അപ്പോൾ അഞ്ജനയാണെച്ചെങ്കിൽ വിവാഹത്തെക്കുറിച്ചിട്ടും വിവാഹത്തിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണ്. ഇതുപോലത്തെ ഒരു വിവാഹം ഇവിടെ നടന്നിട്ടേ ഉണ്ടാകാൻ പാടില്ല, അത്ര ആഡംബരത്തിൽ കല്യാണം നടത്തണം, പിന്നെ എൻ്റെ ഡ്രസ്സ് നീ സെലക്ട് ചെയ്തു, നിൻ്റെ ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യാം, അങ്ങനെ എല്ലാവരും പറയണം, നമ്മളെ ഡ്രസ്സിനെ കുറിച്ചിട്ടും എല്ലാറ്റിനെ കുറിച്ചിട്ടും എല്ലാവരും പറയണം, എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് അജയ് എന്ന് പറയും. അപ്പോൾ അജയ് പറയും അഞ്ജന, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല, കാരണം എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ നയനയാണ്, എനിക്ക് നയനേനെ വിവാഹം കഴിക്കണം, നയന മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ, അതുകൊണ്ട് എനിക്ക് ഇതിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ അഞ്ജന പറയും അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ അജയ്, നീ എന്തിനാ പിന്നെ അത് വീണ്ടും ഓർത്തിരിക്കുന്നത്? അപ്പോൾ അജയ് പറയും ഇല്ല, അത് കഴിഞ്ഞിട്ടില്ല, ഒരിക്കലും എൻ്റെ പ്രണയം അവസാനിക്കില്ല, എൻ്റെ പ്രണയം അത്രയും സിൻസിയറാണ് എന്ന് പറയുകയാണ് അജയിൻ്റെ അടുത്ത്, നമ്മുടെ അജയ് അഞ്ജനയുടെ അടുത്ത്. അപ്പോൾ അതുകൊണ്ട് നീ തന്നെ മുത്തശ്ശിയോട് പറയണം ഈ വിവാഹത്തിന് നിനക്ക് താല്പര്യമില്ല എന്ന്, നീ ഒന്ന് മുത്തശ്ശിയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അവൾ കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം അവൾ അജയിൻ്റെ അടുത്ത് പറയും ആ ശരി അജയ്, ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം, കാരണം ഞാനും നീയും ചെറുപ്പം മുതലേ കാണുന്ന കളിക്കൂട്ടുകാരായിരുന്നില്ലേ, അപ്പം നിൻ്റെ പ്രണയം ഞാൻ മനസ്സിലാക്കണ്ടേ, നിന്നെ ഞാൻ മനസ്സിലാക്കണ്ടേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞ് ഈ വിവാഹത്തിൽ നിന്ന് വിവാഹം ഒഴിയാൻ പറയാം എന്ന് പറയുകയാണ് അഞ്ജന. അപ്പോൾ അത് കേട്ടതോടുകൂടി നമ്മളെ അജയ്ക്ക് ഭയങ്കര സന്തോഷമാകും. അജയ് പറയും താങ്ക് യു അഞ്ജന, നീ ഇങ്ങനെ ഉറപ്പ് തരുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല, എന്തായാലും നിൻ്റെ നല്ലൊരു മനസ്സാണ് എന്ന് പറഞ്ഞിട്ട് അജയ് അവിടെ നിന്ന് പോകാൻ നോക്കുകയാണ്. അപ്പോൾ അജയ് ചോദിക്കും അല്ല നിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടേ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട അജയ്, ഞാൻ പൊക്കോളാം, ഇവിടുന്ന് ഞാൻ എങ്ങനെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അജയ് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അഞ്ജന മനസ്സിൽ വിചാരിക്കും നിന്നെ ഞാൻ ഒരിക്കലും വിട്ടു കൊടുക്കില്ല അജയ്, ഒരു കുറ്റി തറച്ച് അതിലൊരു കയറ് കെട്ടി നിന്നെ ഞാൻ എൻ്റെ ചുറ്റും നടത്തിക്കും, നീ നോക്കിക്കോ എന്ന് മനസ്സിൽ പറയുകയാണ് അഞ്ജന. പിന്നെ നമ്മുടെ ബിലാൽ അഞ്ജനയെ കുറിച്ചിട്ട് വ്യക്തത വരുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതായത് അഞ്ജന ഒരു സ്കൂട്ടിയായിട്ട് വരുമ്പോൾ ഒരു കായലിൻ്റെ സൈഡിൽ കൂടെ വരികയായിരിക്കും. അപ്പോൾ അതൊരു പബ്ലിക് സ്പേസ് ഒന്നുമല്ല, അത്ര കുറേ ആൾക്കാരുള്ള സ്ഥലമൊന്നുമല്ല, ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അഞ്ജന അവിടെ സ്കൂട്ടിയായിട്ട് വരുമ്പോൾ ബിലാൽ മുന്നിൽ ഒരു ജീപ്പ് കൊടുത്ത് നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെ ജീപ്പ് കൊടുത്ത് നിർത്തുമ്പോൾ അഞ്ജന വിചാരിക്കും ഇതിപ്പോൾ ആരോടെ ഈ വണ്ടി ഇങ്ങനെ വെച്ച് തടഞ്ഞു നിർത്തിയിരിക്കണേന്ന്. പിന്നെ നമ്മുടെ ബിലാൽ ഒരു ഒളിപ്പിച്ച് വെച്ചൊരു കത്തി എടുത്തിട്ട് അഞ്ജനയുടെ അടുത്തേക്ക് വരികയാണ്. അത് കണ്ടോടുകൂടി അഞ്ജനയ്ക്ക് ആകെ ഭയം വന്നിട്ട് അഞ്ജന വണ്ടിയിൽ നിന്ന് അവളെ സ്കൂട്ടിയിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വളരെ നേരത്തെ തന്നെ ഈ സീരിയലിൻ്റെ കഥ അറിയാൻ നിങ്ങളാദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.